എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. NMMS പരീക്ഷ അടുത്തെത്തിക്കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് മാറ്റ് മെൻ്റൽ എബിലിറ്റി. 40-40ലധികം മോഡൽ വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ചോദ്യങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ്. ഇതിൻ്റെ മുന്നോടിയായിട്ട് 10 ടൈപ്പ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തി കഴിഞ്ഞു. അത് കാണാത്ത കുട്ടികൾ ആ വീഡിയോ കാണുക. ഇന്ന് പരിചയപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ്. മാത്സ് യൂണിറ്റിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നേരിട്ടിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒരു EDOPRS ഇങ്ങനെ നേരെയാണ് അവിടെ ഉള്ളത്, ക്വസ്റ്റ്യനിലുള്ളത്. ഞാൻ അതിന് താഴെ എഴുതി. അപ്പോൾ ഇതൊരു ചെയിൻ സീരീസ് ആണ്. ഇതിലിപ്പോൾ 6 എണ്ണം ഉണ്ട്, ഇതിൽ 5, ഇതിൽ 4. അപ്പോൾ അടുത്ത ഇതിൽ എത്ര വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടുത്തെ പ്രത്യേകത നോക്കിയാൽ EDOPRS ഇവിടെ തുടങ്ങുന്നത് നോക്കുക. SR ഇങ്ങോട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ S ഉണ്ട്, R P ഇല്ല, ഈ P ഇല്ല, പക്ഷെ O ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്. ബാക്കി എല്ലാ നമ്പറുകളും ഇവിടെയുണ്ട്. അതായത് മൂന്നാമത്തെ ലെറ്റർ ഇല്ല. അപ്പൊ ഇനി ഇവിടത്തെ നോക്കുക, EDORS ആണ് ഇങ്ങോട്ട് നോക്കിയാൽ. ED വന്നു, മൂന്നാമത്തെ ലെറ്റർ ഒഴിവായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ് വരുന്നത്. പിന്നെന്താണ്, മൂന്നാമത്തെ ലെറ്റർ, തേർഡ് ലെറ്റർ അതിൽ നിന്ന് ഒഴിവായി പോകുന്നുണ്ട്. ഓരോ സ്റ്റെപ്പ് മാറുമ്പോഴും ഇല്ലാതായി പോകുന്നു. ഇപ്പൊ നോക്കിയ ഇവിടെ EDRS ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇനി എന്തായിരിക്കണം, SR ആരുണ്ടാവില്ല. ഇവിടെ O ഉണ്ടായിട്ടില്ല മൂന്നാമത്തത്. അപ്പൊ ഇതിൽ ആരുണ്ടാവില്ല, D ഉണ്ടാവില്ല. അപ്പൊ എന്തായിരിക്കും ആൻസർ? SRE. ഐഡിയ മനസ്സിലായല്ലോ. റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ടാണ് വരുന്നത്, പക്ഷെ തേർഡ് ലെറ്റർ ഒഴിവായിക്കൊണ്ടാണ് വരുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാറ്റേൺ സീരീസ് ആണ്. ഇങ്ങനെയുള്ള ചിത്രത്തിന്റെ രൂപത്തിലും വരാം, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ABC എന്നുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചും വരാം. പല കുട്ടികൾക്കും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ടൈപ്പാണിത്. അപ്പൊ നിങ്ങൾ ഇതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, എത്ര എണ്ണം ഉണ്ട് നോക്കുക. ഇത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഈ 16 എണ്ണം ടോട്ടൽ ഉണ്ട്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 4 എന്ന് എഴുതാം. അടുത്തടുത്ത നമ്പറുകളുടെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാം. 8 × 2 എന്നോ 16 × 1 എന്നോ വരുന്ന രീതിയിൽ വരില്ല. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, ഓരോ സെറ്റിലെത്തെയും എണ്ണമാണ്. അപ്പൊ ഇവിടെ 4 എണ്ണാണ്. അപ്പൊ 1 2 3 4 തിരിച്ചിട്ടൊരു ഗ്രൂപ്പ് ആക്കാം. 1 2 3 4 തിരിച്ചിട്ട് 1 2 3 4 1 2 3 4. ഇനി ഇവര് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ നോക്കുക. ഇവര് തമ്മിലുള്ള നോക്കിക്കോളൂ നിങ്ങൾ. ഇവിടെ എന്താണ് നിങ്ങൾക്ക് കാണുന്ന ഒരു നക്ഷത്രം, സ്റ്റാർ കഴിഞ്ഞിട്ട് ഡാഷ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പൂരിപ്പിക്കണം. അതേപോലെ ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ക്വയർ ആണ്, ഇവിടെ ഒരു സ്റ്റാർ ആണ്, ഇവിടെ സ്റ്റാർ ബ്ലാങ്ക്, ഇവിടെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയുന്നുണ്ട്? ഈ ഓരോന്ന് അവസാനിക്കുന്നത് ഏതിലാന്ന് നോക്കിയാൽ നക്ഷത്രത്തിലാണ് അവസാനിക്കുന്നത്. കണ്ടില്ലേ, ഓരോന്ന് അവസാനിക്കുന്നത് നക്ഷത്രം. അപ്പൊ ഇവിടെയും അവസാനിക്കുന്നത് ഏതായിരിക്കും? സ്റ്റാർ ആയിരിക്കും. അപ്പൊ ഇവിടെ വരുന്നത് എന്തായിരിക്കും? സ്റ്റാർ. ഇവിടെ വരുന്നത് സ്റ്റാർ. അപ്പൊ ഇനി നോക്കുക, സ്റ്റാറിന്റെ ഇപ്പുറം ബ്ലാക്ക്, അതിന്റെ ഇപ്പുറം വൈറ്റ്. അപ്പൊ സ്റ്റാറിന്റെ ഇപ്പുറം വരുന്നത് എന്തായിരിക്കണം? ബ്ലാക്ക് ആയിരിക്കണം. അപ്പൊ ഇവിടെ ഒരു ബ്ലാക്ക് സ്ക്വയർ ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, അപ്പൊ അതങ്ങനെയാണ് എങ്കിൽ ഫസ്റ്റ് നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് സ്റ്റാർ. അപ്പൊ ഫസ്റ്റിൽ എന്ത് വരണം? ഒരു സ്റ്റാർ വരണം. ഓക്കെ, ഫസ്റ്റിൽ സ്റ്റാർ വരണം. അപ്പോ എല്ലാം ആയോ? ഇല്ല. ഇത് നോക്കിയാൽ സ്റ്റാർ, ബ്ലാങ്ക് സ്ക്വയർ, ഡാർക്ക് സ്ക്വയർ, പിന്നെ സ്റ്റാർ. അത് നമ്മൾ ഇവിടെ എഴുതി, ഇതെഴുതി. അപ്പൊ ഇനി ഇത് നോക്കിയാൽ സ്റ്റാർ കഴിഞ്ഞ ഉടനെ വരുന്നത് എന്താണ് വരുന്നത്? സ്റ്റാർ കഴിഞ്ഞ, ഇവിടെ ഉള്ളത് ഡാർക്ക് ആയിട്ടുള്ളതാണ് ഇവിടെ ഉണ്ടായത് കേട്ടോ. അപ്പോ സ്റ്റാർ കഴിഞ്ഞ ഉടനെ എന്താ വരിക? വൈറ്റ് സ്ക്വയർ ആണ് വരിക. ഓക്കെ, ഈ മോഡലിലാണ് ഇത് വരിക. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ വരിക? ഓപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ഏതാണ്?
ഒരു ഡാർക്ക് സ്റ്റാർ, ഇത് സ്ക്വയർ വരും. പിന്നെ വരുന്നത് സ്റ്റാർ ആണ്. പിന്നെ വരുന്നത് ഏതാണ് വരിക? വീണ്ടും വരുന്നത് സ്റ്റാർ. ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് നമ്മൾക്ക് അവിടെ കിട്ടുക. അപ്പൊ എത്രാമത്താണ് ആൻസർ നോക്കിയേ നിങ്ങൾ? ഇതാ ഫസ്റ്റ് ഒന്നാമത്തെ ഓപ്ഷൻ ആണ് അതിന്റെ ആൻസർ. ഒന്നാമത്തെ ഓപ്ഷൻ. കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ടൈപ്പ് വരുമ്പോൾ ആദ്യമുള്ള എണ്ണം കണ്ടുപിടിക്കുക. എന്നിട്ട് 16 ആണെങ്കിൽ 16നെ അടുത്തടുത്ത നമ്പറുകളുടെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതുക. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ 15 കിട്ടുന്നതെങ്കിൽ നമ്മൾ എഴുതാം 5 × 3 എന്നാണ് എഴുതുക. അപ്പം ഇങ്ങനെയല്ലേ എഴുതാൻ കഴിയില്ല, 5 × 3. അപ്പം ഏറ്റവും വലിയ 2 നമ്പറുകളുടെ ഫാക്ടർ വരുന്ന രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈറ്റ് എഴുതണം. ഓക്കെ, എന്നിട്ട് അതിനെ ഗ്രൂപ്പ് തിരിക്കുക. എന്നിട്ട് ഓരോന്നിലുള്ള ബന്ധം നോക്കിയിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ മിസ്സിംഗ് നമ്പർ ആണ്. ഇതാ ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ നമ്പറും തന്നിട്ടുണ്ട്. ഇവിടെ ഒരു നമ്പർ ഇല്ല. അപ്പൊ ഇതിലുമായി ഈ ബന്ധവും ഇതിൽ വരുന്ന ബന്ധവും ഒരേപോലെ ആയിരിക്കണം. അപ്പൊ ഈ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഇവിടുത്തെ നമ്പറുകളുടെ റിലേഷൻ നോക്കാം. 28, 9, 37, 12, 20, 32. 37 ഒന്ന് കിട്ടുന്നത് 37 ആണ്. മറ്റേത് കിട്ടുന്നത് എത്രയാണ്? 32 ആണ്. ഈ 37, 32 ചെയ്താൽ എന്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ 15ഉം 4ഉം കൂട്ടിയതും കിട്ടില്ല, 15ഉം 4 കുറച്ചതും കിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് നോക്കും, പിന്നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കും. ഓപ്പോസിറ്റ് വരുന്നത് നോക്കാം. 28ന്ന് 9 കുറക്കുക, എത്ര കിട്ടും? 28ന്ന് 9 കുറച്ചാല് നമുക്ക് 19 കിട്ടും. 28 - 9. പിന്നെ 20ന്ന് 12 കുറക്കുക. 20ന്ന് 12 കുറച്ചാല് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 8. പിന്നെ 15ന്ന് 4 കുറക്കുക. 15ന്ന് 4 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 11. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇത് രണ്ടും കൂട്ടിയാൽ ഇത് കിട്ടുന്നുണ്ടല്ലോ, ഇത് രണ്ടും കൂട്ടിയാൽ ഇത് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറച്ചാല് 19ന്ന് 8 കുറച്ചാൽ നമുക്ക് ആരെ കിട്ടി? ഇതിനെ കിട്ടി. ആ ബന്ധം ഇവിടെ ശരിയാവുന്നുണ്ടോ നോക്കാം നമുക്ക്. അപ്പൊ 22ന്ന് 8 കുറക്കുക. 22 കുറക്കണം 8, 14. 10ന്ന് 8 കുറക്കുക. 10ന്ന് 8 കുറക്കുക, അത്ര 2. അപ്പൊ 14ന്ന് 2 കുറച്ചാൽ അത്ര 12. ഇവിടെ 15 ഉള്ളത്. അപ്പൊ 15ന്ന് ഏത് കുറച്ചാലാണ് 12 കിട്ടുക? ആൻസർ 3. ആ 3 എന്നുള്ള ആൻസർ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആണ്. ഓപ്ഷനിൽ സെക്കൻഡ് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയി. എങ്ങനെയാ കിട്ടിയത്? ഈ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വരയുടെ അപ്പുറം ഇപ്പുറമുള്ള നമ്പറുകൾ തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിച്ച് ഇവയുടെ ഡിഫറൻസ് ആ വ്യത്യാസത്തിന്റെ വ്യത്യാസം കിട്ടുന്നു. ഓക്കെ, ആ ഐഡിയയിലാണ് ഈ ആൻസർ കണ്ടുപിടിച്ചത്. അടുത്തത് നമ്പർ സീരീസിൽ പെട്ടതാണ്. നമ്പർ സംഖ്യാശ്രേണി. ഇവ തമ്മിൽ എന്തോ ഒരു ബന്ധത്തിലാണ് പോകുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 3, 7, 14, 18, 36, 40. നോക്ക്, 3ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം 4, 7ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം 7, 14ഉം 18ഉം തമ്മിലുള്ള വ്യത്യാസം 4, 18ഉം 36ഉം തമ്മിലുള്ള വ്യത്യാസം 18, 36ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 4. അപ്പോൾ 40ഉം ഇതും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? നിങ്ങൾ നോക്കിക്കോളൂ. 4, 4, 4 ഒരേ മാതിരി ആ ഡിഫറൻസ് ഓൾട്ടർനേറ്റ് ഒന്നിടവിട്ട വ്യത്യാസം പോകുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇവിടെ വരുന്നത് നോക്കിയാൽ 7ന്ന് 14 കുറച്ചപ്പോ 7, ഈ നമ്പർ തന്നെ ഇവിടെ കിട്ടി. 18ന്ന് 36, 36ന്ന് 18 കുറക്കുമ്പം ഈ നമ്പർ തന്നെ നമുക്ക് അവിടെ കിട്ടി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ 7ഉം കൂട്ടിയപ്പോ ഇത് കിട്ടി, ഈ 18ഉം 18ഉം കൂട്ടിയപ്പോ ഇത് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ ഈ 40ന്റെ കൂടെ ഇവിടെ വരേണ്ടത് എത്രയാണ്? 40. 40ഉം 40ഉം നമുക്ക് എത്ര കിട്ടണം? 80 എന്ന് പറയുന്ന ആൻസർ നമ്മൾക്ക് കിട്ടണം. ഓപ്ഷനിൽ 4ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം, 80. ആൻസർ 4ാമത്തെ ഓപ്ഷൻ 80 ആണ്. ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എല്ലാത്തിന്റെയും വ്യത്യാസം കണ്ടുപിടിക്കുക. ആ വ്യത്യാസത്തിന്റെ പ്രത്യേകത നോക്കുക. ഒന്നിടവിട്ട വ്യത്യാസം 4 ആണ് എങ്കിലും മറ്റുള്ള വ്യത്യാസം എങ്ങനെയാണ് വരുന്നത്? 7ഉം ഈ വ്യത്യാസം 7 ആണ്. അത് രണ്ടും കൂട്ടുമ്പോൾ ഇത് കിട്ടി, ഇത് രണ്ടും കൂട്ടുമ്പോൾ ഇത് കിട്ടി. ഇതും ഈ വ്യത്യാസത്തിന്റെ ഇതും ഇവ തമ്മിലുള്ള ഡിഫറൻസ് കൂട്ടിയപ്പോഴാണ് ആഡ് ചെയ്തപ്പോൾ ഇത് കിട്ടിയത്. അപ്പോ ഇവിടെ വരുന്നത് എത്രയായിരിക്കണം? 18 വരുമ്പോ 18, 7 വരുമ്പം 7, 40 വരുമ്പോ 40. അപ്പൊ എത്രയായിരിക്കണത്? ആൻസർ 80. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്തത് നോക്ക്, നമ്പർ സീരീസിന്റെ വേറൊരു
ടൈപ്പാണ്, ഫ്രാക്ഷൻ മോഡലാണ്. നമുക്ക് നോക്കാം. ഇവിടെ വരുന്ന നമ്പർ നോക്ക്, 2, 3, 5, 7, 11. ഇതെല്ലാം എന്ത് നമ്പറുകളാണ്? പ്രൈം നമ്പറുകള്, അഭാജ്യ സംഖ്യകളാണ്. അഭാജ്യ സംഖ്യകളാണ് ഇവയെല്ലാം. അപ്പൊ അടുത്ത അഭാജ്യ സംഖ്യ എത്രയാ വരിക? 7, 11 കഴിഞ്ഞിട്ട് 13 വരും. ഇനി താഴത്തെ നമ്പർ നോക്ക്, 3, 5, 7, 11, 13. അപ്പൊ അടുത്ത അഭാജ്യം പ്രൈം, അതും പ്രൈം നമ്പർ ആണ്. അപ്പൊ അടുത്ത ഏതാ വരിക? 17. അപ്പൊ 13/17, 13/17. ഓപ്ഷൻ മൂന്നാമത്തതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഇത് ഒരു പുതിയ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇവിടെ എന്താ, ഡൽഹി യൂണിവേഴ്സ്, താജ്മഹൽ, വേൾഡ്, ഇന്ത്യ എന്ന് പറഞ്ഞ 5 ടേം, 5 വാക്കുകൾ തന്നിട്ടുണ്ട്. ഇവ ഒരു പ്രത്യേക ഓർഡറിൽ നമ്മൾ ക്രമീകരിക്കണം. പ്രത്യേക ഓർഡറിൽ ക്രമീകരിച്ചാൽ അതിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്ത് ഓർഡറിലാണ് വരിക എന്നുള്ളതാണ്. ഇവിടെ നോക്കുക നിങ്ങൾ, ഇതിൽ ഏറ്റവും വലുത് യൂണിവേഴ്സ് ഉണ്ട്, വേൾഡ് ഉണ്ട്, പിന്നെ ഇന്ത്യ ഉണ്ട്, ഡൽഹി ഉണ്ട്, താജ്മഹൽ ഉണ്ട്. അപ്പൊ ഏറ്റവും ചെറുത് ഏതാണ് വരിക? ഏറ്റവും ചെറുത് വരിക താജ്മഹൽ. ഇത് ഒന്നാമത്തത് വരും. രണ്ടാമത്തത് ഏത് വരും? അതിനേക്കാളും വരുന്നത് ഡൽഹി. താജ്മഹൽ ഡൽഹിയിലാണ്. ഡൽഹി എവിടെയുള്ളത്? ഇന്ത്യയിലാണ് ഉള്ളത്. പിന്നെ അടുത്തത് ഏതാണ് വരിക? ഇന്ത്യ എവിടെയാണ്? വേൾഡിലാണ്. വേൾഡ് എന്തിനാണ്? യൂണിവേഴ്സ്, പ്രപഞ്ചം എന്ന് പറയുന്നതിലാണ് ഇത് വരിക. അപ്പോ ഇങ്ങനെ വരുന്നതില് നമ്മൾക്ക് അതിന്റെ ആൻസർ നമ്മൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ഈ 1, 2, 3, 4 ഞാനിപ്പം എഴുതി വെച്ചതാണ്. ഇതിനെ ABCDE എന്നാണ് ഇതിനെ കൊടുക്കുന്നതെങ്കിൽ ഇത് A, ഇത് B, ഇത് C, ഇത് D, ഇത് E ആണ് എങ്കിൽ ഒന്നാമത് വരുന്നത് ആരാണ്? C. അപ്പോ C, രണ്ടാമത്തത് A, മൂന്നാമത്തത് E, നാലാമത്തത് D, അഞ്ചാമത്തത് B. CAEDB എന്ന് പറയുന്ന വരിക. ഓപ്ഷൻ 3 ആണ് അതിന്റെ കറക്റ്റ് ആൻസർ വരിക. അപ്പോ ഇങ്ങനെ CAEDB എന്ന് പറയുന്നതിന് പകരം BDEAC ആ മോഡലാണ് ആൻസർ ഉള്ളതെങ്കിൽ നമ്മൾ ഏറ്റവും വലുത് ആദ്യം എഴുതണം, പിന്നെ അതിൽ നിന്ന് കുറഞ്ഞ് വരണം. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ക്രമത്തിൽ എഴുതുന്നത്, സീക്വൻസ് ആയിട്ട് ആശയങ്ങളെ എഴുതുന്നതാണ് അത്. ഓക്കെ, ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ ഇത്രയും ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തതായിട്ടുള്ളത് ഏത് വരും? ഈ പറയുന്ന നമ്പറിൽ മിക്കവാറും ഈ ചോദ്യം കാണുമ്പോൾ പല കുട്ടികൾ കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ തന്നിട്ടുള്ള നമ്പറുകളിൽ 4, 5, 6 മാത്രമാണ് ഇതിനകത്ത് ഉള്ളത്. ബാക്കി ഈ 3 നമ്പറുകളും ഇതിനകത്ത് ഇല്ലാത്തതാണ്. അപ്പോൾ ഏതാണ് വരിക? ഈ 456 ആണ് വരിക. അത് നിങ്ങളുടെ സൂക്ഷ്മമായിട്ട് നിങ്ങളുടെ ഒബ്സർവേഷൻ പവറിനെയാണ്, മനസ്സിലായില്ലേ? ആ വീക്ഷണത്തിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആ തരത്തില്. ഇത് നോക്കാം, ഇതൊരു വെൻ ഡയഗ്രം, ചിത്ര രൂപത്തിൽ ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമുക്ക് തന്നിട്ടുണ്ട് മാങ്ങ, പഴങ്ങൾ, ഗോതമ്പ്. നോക്കുക, ഇംഗ്ലീഷിലും അവിടെയുണ്ട് മാങ്ങ, പഴങ്ങൾ, ഗോതമ്പ്. ഓക്കെ, അവിടെ മാംഗോസ്, ഫ്രൂട്ട്സ്, വീറ്റ്. മാംഗോസ്, ഫ്രൂട്ട്സ്, വീറ്റ് ഇത് തന്നിട്ടുണ്ട്. ഇതിന് യോജിച്ചിട്ടുള്ള ചിത്രം ഏത് എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിലുള്ളതെല്ലാം ഈ മേലത്തെ റൗണ്ടിലുണ്ട്, അത് മുഴുവൻ ഇതിലുണ്ട്. ഇതിലുള്ളത് എന്താ? ഇതിനകത്ത് ഇത് രണ്ടും വരും. പക്ഷെ ഇവ തമ്മിൽ ബന്ധമില്ലാത്ത 2 കാര്യങ്ങളായിരിക്കണം. ഇതോ, ഇതിനകത്ത് ഇത് മുഴുവൻ വരും, പക്ഷെ ഇത് ഇവരുമായിട്ട് കണക്ഷൻ ഇല്ല. ഇതും അതേപോലെ ഇതിനകത്ത് ഇത് വരും, പക്ഷെ ഈ റൗണ്ടിന്റെ ചില ഭാഗങ്ങള് ഈ ഉള്ളിലുണ്ട്, പുറത്തത്തെ സർക്കിളിലും ഉണ്ട്. അപ്പൊ ഇവിടെ വരുന്നത് മാങ്ങ, പഴങ്ങൾ, ഗോതമ്പ് എന്നാണ്. നമ്മൾക്കറിയാം മാങ്ങ എന്ന് പറയുന്നത് പഴങ്ങളിൽ പെട്ടതാണ്, അല്ലെ? അപ്പൊ പഴങ്ങളിൽ പെട്ടതാണ്. ഈ മാങ്ങ എല്ലാം പഴങ്ങളിൽ പെട്ടതാണ്. പിന്നെയോ ഗോതമ്പ് പഴങ്ങളിൽ പെട്ടതുമല്ല. അപ്പൊ ഏതാണ് വരിക? ഇതിന്റെ ആൻസർ ഇതാണ് അതിന്റെ ആൻസർ വരിക. കാരണം ഇത് മാങ്ങയുടേതാണ്, ഇത് പഴം ഫ്രൂട്ട്സിൻ്റെതാണ് ഇത്. പിന്നെയോ ഇത് മാംഗോ ആണ്. എന്നാൽ ഇതെന്താണ് വരിക?
വീറ്റ്, ഗോതമ്പ്. ഗോതമ്പും പഴങ്ങളുമായിട്ട് ബന്ധമില്ല. നോക്കിയ മാംഗോ മുഴുവൻ ഫ്രൂട്ടിൽ വന്നു. ഇതാണ് അത് വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അവിടെ. പുരുഷന്മാർ അച്ഛൻ, ആൺകുട്ടികള്, മെയില് ഫാദേഴ്സ്, ബോയ്സ്. അപ്പൊ അതിലേതാണ് ഇതിൽ ആൻസർ വരുന്ന? മെയില്, ഫാദേഴ്സ്, ബോയ്സ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഏത് വരും? മെയിൽ എന്ന് പറഞ്ഞാല് എല്ലാവരും വരും അല്ലെ, ആൺ വർഗത്തിൽപ്പെട്ട ആണുങ്ങളെല്ലാം ഇത് വരിക. പിന്നെന്താ, അച്ഛൻ വരും, ആൺകുട്ടികൾ വരും. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അച്ഛനും ആൺകുട്ടികളും ആൺ വർഗത്തിൽപ്പെട്ടതാണ്, മെയിലിൽ പെട്ടതാണ്. എന്നാല് അച്ഛനും ആൺകുട്ടികളും തമ്മിൽ എന്താ പറയാ, ഇതിലുള്ള കാര്യമൊന്നും ഇതിലുണ്ടാവില്ല. അത് രണ്ടും രണ്ട് വെവ്വേറെ ആയിട്ടുള്ളതാണ്. അപ്പൊ ഏതാ ആൻസർ വരിക? ഈ രണ്ടാമത്തതാണ് ഇതിന്റെ ആൻസർ വരിക. എങ്ങനെ? ഇത് മെയില്, ആൺവർഗം, ഇത് ആണുങ്ങളിൽ പെട്ടു. ആണുങ്ങളിൽ പെട്ടതാണ് ആര്? അച്ഛൻ, ഫാദറും, ഉള്ളിലെത്തത് ഫാദറ്, അതേപോലെ ബോയ്സും, ആൺകുട്ടികൾ. നോക്ക്, എന്തുകൊണ്ട്? ഫാദറും ബോയ്സും തമ്മിൽ കണക്ഷൻ ഇല്ല. എന്താ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലഡ് റിലേഷൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇതിലുള്ള ഭാഗങ്ങളൊന്നും ഇതിലില്ലാത്ത ഉള്ളതല്ല. അതുകൊണ്ട് ഇത് രണ്ടും കോമൺ അല്ല. പിന്നെ എന്നാൽ ഇത് രണ്ടും ആണിൽ പെട്ടതുമാണ്. അതുകൊണ്ട് ഇതാണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ, ഒരു രസികൻ ക്വസ്റ്റ്യൻ ആണ്. വലിയൊരു സീക്വൻസ്, ഒരു സംഖ്യാ ശ്രേണി ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് അവര് പറയുന്നറിയോ, അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2 വരുന്ന എത്ര ജോഡികളുണ്ട് എന്നുള്ള പറഞ്ഞത്. അപ്പൊ സക്സസീവ് നമ്പേഴ്സ്, തുടർച്ചയായിട്ട് വരുന്ന നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് 2 ആയിട്ട് വരണം. അങ്ങനെ എത്ര ഉണ്ട്, എത്ര ജോഡികളുണ്ട് നമുക്ക് നോക്കാം. 7ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ് അല്ലെ. അപ്പോ ഒരു ജോഡി കിട്ടി. ഇവിടെ ഒന്നും വരില്ല. 5 2 2 2 2 8 7 ദാ ഇവിടെ വരുന്നുണ്ട്, 2 എണ്ണായി. പിന്നെ 1 5 5 3 വരുന്നുണ്ട്, 8 6 വരുന്നുണ്ട്. ഓക്കെ, പിന്നെ 2 1 1 7 1 4 4 1 1 3. ഇത് മിക്ക കുട്ടികളും ശ്രദ്ധിക്കില്ല. 1 3 ഇതും വ്യത്യാസം 2 ആണ്. പിന്നെ 2 ഉണ്ട്, പിന്നെ 8 6. അപ്പൊ എത്ര നമ്മൾ നോക്കിയാൽ 1 2 3 4 5 6. 6 എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ 3 ആണ് അവിടെ വരുന്നത്. അപ്പൊ ഇതെന്താണ് ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത? ക്വസ്റ്റ്യന്റെ പ്രത്യേകത നമ്മൾ സൂക്ഷിച്ചു നോക്കി കണ്ടെത്തണം. ഓരോ കാര്യം ശരിക്കും ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. വേറെ കൂടുതലായിട്ട് നമ്മുടെ അറിവിന്റെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. ഓക്കെ, ഇത് ശ്രദ്ധിക്കുന്ന ആട്ടെ, മിക്ക കുട്ടികളും തെറ്റിക്കുന്നത് അവിടെയാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഒരു ചിത്രം തരും. ഈ ചിത്രത്തില് എത്ര സമചതുരങ്ങളുണ്ട്, എത്ര സ്ക്വയേഴ്സ് ഇതിലുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, എല്ലാം വിട്ടു, ചെറുത് വലുത് എല്ലാം വിട്ടു, എല്ലാ സൈഡുകളും ഒരേപോലെ വരുന്നതാണ് സ്ക്വയേഴ്സ്. എത്ര ഉണ്ട് നോക്കിയാൽ നിങ്ങൾ ഏറ്റവും ചെറുതാദ്യം നമുക്ക് നോക്കാം. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, 3 4, മേലെ 4 ഉള്ളത് പോലെ അതേമാതിരിയുള്ള 4 എണ്ണം ചെറുത് താഴെയുണ്ട്. അപ്പൊ 4ഉം 4ഉം ഏറ്റവും ചെറുത് 4, പിന്നെ ഒരു 4. പിന്നെ വരുന്നത് ശ്രദ്ധിച്ചോ നിങ്ങള്, ഇതും ഒരു സ്ക്വയർ ആണ്, കറക്റ്റ് അല്ലേ? ഇതും ഒരു സമചതുരാണ്. പിന്നെയോ ഇതും ഒരു സമചതുരമാണ്, 2. തെറ്റിക്കല്ലേ? ഇതും നിങ്ങൾ എഴുതും, ഇതും നിങ്ങൾ എഴുതും. എന്നാൽ നോക്ക്, ഈ ഇടക്ക് നടുവിൽ വരുന്ന ഇത് ഒരു സമചതുരമാണ്, 3. അപ്പൊ എത്ര എണ്ണം കിട്ടി? 3 എണ്ണം കിട്ടി. ഇനി ഒരാളുണ്ട്, അതാരാണെന്നറിയോ? ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന ഈ സാധനം, ഇതെന്താണ്? ഒരു സ്ക്വയർ. നിങ്ങൾ ചിത്രം നോക്കിയാൽ, തന്നിരിക്കുന്ന ചിത്രം നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും നിങ്ങൾക്കത് ഒരു സ്ക്വയർ ആണ്. അപ്പോ 1. ടോട്ടൽ എത്ര വരും നോക്കിയാൽ 4 4 8 3 11 1 12. 12 എന്ന് പറയുന്നത് എത്രാമത്തെ ഓപ്ഷൻ? 4ാമത്തെ ഓപ്ഷൻ. അതിന്റെ ആൻസർ 4ാമത്തെ ഓപ്ഷൻ. അതിൽ മിക്ക കുട്ടികളും തെറ്റിക്കുന്നത്, 1 ഇതിനെ ശ്രദ്ധിക്കില്ല, 2ാമത്തത് ഇതിന്റെ നടുവിൽ വരുന്ന ഈ ഒരു സ്ക്വയറില്ലേ അതിനെയും ശ്രദ്ധിക്കാതെ പോകുന്നു. അപ്പൊ സൂക്ഷ്മമായി നോക്കി കാര്യങ്ങൾ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കി ചെയ്താൽ വളരെ ഈസി ആയി ചെയ്യാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിചയപ്പെടണം. അപ്പൊ നിങ്ങളിപ്പോ ആദ്യം തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചിലതിനൊക്കെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, അപ്പൊ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.